ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. വളരെ ഈസി ആയിട്ട് ഒരു ഗ്ലൂ മാത്രം മതി ഇന്നത്തെ നമ്മളുടെ വർക്ക് ചെയ്യാനായിട്ട്. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെയുള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് യൂസ്ഫുൾ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ഇതുപോലൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. അതിൽ പേപ്പറൊക്കെ വലിച്ചു കീറി കളഞ്ഞ ശേഷം നമ്മളിത് അതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ഭാഗത്തായിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഡിസൈനിലുള്ള ബോട്ടിലായതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റായിട്ടൊന്നും നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടാണ്, പറ്റുന്നതല്ല. എന്നാലും ഏകദേശമൊക്കെ അത്യാവശ്യം നീറ്റൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതുപോലൊരു സർക്കിൾ ഷേപ്പിന് തന്നെ വരച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പേപ്പറാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്നുകിൽ വൈറ്റ് പേപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തുണിയുടെ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. തുണിയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫെവിബോണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഈ ബോട്ടിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഹോളിട്ട ഭാഗമില്ലേ, അവിടെ അത്രയും ഭാഗം ജസ്റ്റ് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് നല്ല നീറ്റാക്കി കൊടുത്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. ദെൻ നമ്മളിന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഒരു വേസ്റ്റ് ബിന്നാണ്. കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുട്ടികളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഈ ഒരു പോർഷനിൽ എക്സസ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ടും അതുപോലെ തന്നെ ഏറ്റവും താഴത്തായിട്ടും ഉള്ള ആ ഒരു പേപ്പറും കൂടി നല്ല നീറ്റായിട്ട് ഒന്ന് ഒട്ടിച്ച് എടുത്ത് സെക്യൂർ ആക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വൈറ്റ് പേപ്പറിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പേഴ്സ് ഉപയോഗിക്കാം കേട്ടോ. ദെൻ നമുക്കിതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു വൈറ്റ് പേപ്പർ തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിന് ഈ ഒരു സർക്കിളിൻ്റെ ഏകദേശ ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഏകദേശം ഇതുപോലെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഇതിൻ്റെ അകത്തെ ഭാഗം ആ ഒരു കുറച്ചൊരു നീളത്തിലിരിക്കുന്ന ആ ഒരു അത്രയും പോർഷൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ ഇതുപോലൊരു കളർ പേപ്പറാണ് എടുക്കുന്നത്. അതിനെ ജസ്റ്റ് സർക്കിൾ ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ കാണിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഏകദേശം നമ്മളൊരു ഫ്ലവറൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലൊരു ഹാർട്ട് ഷേപ്പിന് അതുപോലെ വരുന്ന രീതിക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിവർത്തിയെടുക്കുമ്പം നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവറിൻ്റെ ഷേപ്പിന് കിട്ടും. ഇനി ഈ ഒരു പീസ് നമ്മുടെ ആ ഒരു പോർഷനില്ലേ, ആ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിലായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം സ്റ്റിക്കേഴ്സ് ആണെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് മിഡിലായിട്ട് ഞാൻ ഒരു മാർക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെന്നോ യൂസ് ചെയ്തിട്ട്
നമുക്ക് കുറച്ച് കുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മളൊരു ഫ്ലവറാണല്ലോ ചെയ്യുന്നത്, ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ലുക്ക് വരട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നതും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേനും നല്ല ഒരു ലുക്ക് തന്നെ കിട്ടും നമ്മുടെ ഫ്ലവറിന്. ഇനി ഇതാ എന്താണ്, നമ്മളിതിന് ഉള്ളിലായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു പോർഷൻ ഒന്ന് കവർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കളർ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റിന് തന്നെ സർക്കിൾ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി എല്ലാ സൈഡിലും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് സെക്യൂർ ആക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, സജഷൻസ്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിക്കുള്ള ക്രാഫ്റ്റ് വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മളെല്ലാം തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യൂട്ട് ആൻഡ് സിമ്പിൾ നമ്മുടെ വേസ്റ്റ് ബിൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതുപോലെ വേസ്റ്റ് പേപ്പേഴ്സൊക്കെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ അമ്പാടിക്കുട്ടൻ ഇതിനത്ര ഭംഗി പോരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്റ്റിക്കർ ബുക്കിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്ത് ഒന്നുകൂടി ഒന്ന് കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിക്കേഴ്സ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നില്ല. പിന്നെ ആ ഒരു ഫ്രണ്ട് സൈഡ് വരുന്ന ആ ഒരു പോർഷൻസ് ഉണ്ടല്ലോ, അവിടെ മാത്രം നമ്മൾ ചുറ്റിനായിട്ട് അവൻ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെടുത്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഗ്ലൂ മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്, സീറോ കോസ്റ്റിലുള്ളത്, അങ്ങനെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ള വേസ്റ്റ് ബിൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും വലിച്ചെറിയുകയോ അല്ലെങ്കിൽ കളയുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെ തന്നെ ഉപകാരപ്പെടും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.